ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കാറ്റ്സിനെ കുളിപ്പിക്കാൻ പോവാണ്. അപ്പോൾ കുളിപ്പിക്കാൻ ആൾക്കാർ വരും, നമ്മളെല്ലാം കുളിപ്പിക്കുന്നത്. അവർ ഇത്തിരി അഗ്രസീവാണ്, അതുകൊണ്ട് അവരാണ് കുളിപ്പിക്കുന്നത്. ഇപ്പം അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവരെ വഴി പറഞ്ഞു തരാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരിപ്പോൾ വരും. അപ്പോൾ എന്തോ എങ്ങനെയാ എടുക്കാന്നൊന്നും അറിയില്ല. അങ്ങനെ അവരെത്തി. അവർ വരുന്നത് എറണാകുളത്തിൽ നിന്നാണ്. അപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും എന്തൊക്കെയോ വശപ്പശക് മനസ്സിലായിരുന്നു. ആദ്യം തന്നെ നമ്മളെടുത്തത് സ്മോക്കിനായിരുന്നു. സ്മോക്കി ഭയങ്കര അലമ്പായിരുന്നു, കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇതേപോലെയായിരുന്നു അവളെ ഇപ്പത്തിയുള്ള മനോഭാവം. പക്ഷെ ഞങ്ങളൊക്കെ പിടിച്ച് കൂളാക്കി അവളെ 2 റിങ് തലയിലിട്ടിട്ടാണ് അവളെ കുളിപ്പിക്കാനും നഖം വെട്ടാനൊക്കെ നിന്നത്. അവര് 2 പേരാണ് വന്നത്. പക്ഷെ ഞങ്ങൾക്കും ചില സമയത്ത് അതിൽ ഇൻവോൾവ് ആവേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഇടക്കിടക്കെ ഊരും എറിയും, തല്ലുണ്ടാക്കും. ഇതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ കമ്മ്യൂണിറ്റി ഭയങ്കര അലമ്പായിരുന്നു ഇവളാണ് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വയ്യായും വന്ന്, എന്താ പറയാ, നാവൊക്കെ പുറത്തിട്ട് ഒരു റെഡിഷ് കളറായി ആകെ വയ്യാണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോൾ ആൾ കാമായി. റെസ്റ്റ് എടുത്തപ്പോൾ കുറച്ചും കൂടി എനർജി കൂടി. അപ്പോൾ പിന്നെ ആൾ വീണ്ടും അതിൻ്റെ മണ്ടയ്ക്ക് കയറി. ആർക്കും പിടിച്ചിറക്കാൻ പറ്റില്ല അവളെ, കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് അവൻ പിടിച്ചിട്ടുണ്ടാവുക. ഭയങ്കര വെയിറ്റ് കുറവാണ് ഇവള് സാധാരണ പൂച്ചേനേക്കാളും വെയിറ്റ് വളരെ കുറവാണ്. പക്ഷെ ശക്തി ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ നഖം വെട്ടാനോ കുളിപ്പിക്കാനോ മുടി വെട്ടാനോ ഒന്നും സമ്മതിക്കില്ല. കൈമ തൊട്ട നേരത്തെ കണ്ടില്ല ഒരു മുരയിടല്, അതിൻ്റെ എക്സ്ട്രീം ലെവലായിട്ട് നമ്മളെടുത്ത് ചെയ്യും. എന്തിനേറെ പറയണം, അവളെ മേത്ത് തൊണ്ടാൻ പോലും സമ്മതിക്കില്ല. ഇവരൊക്കെ ജീവിച്ച് ഇരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അതായത് അവർ നമ്മളെടുത്താവുമ്പോൾ ഭയങ്കര അധികാരത്തോടെയല്ലേ ചെയ്യുക ഓരോ കാര്യങ്ങളും. ഇപ്പം അവരായതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നല്ലോണം ചൂടായി പറയും, പക്ഷെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ മിണ്ടാണ്ടിരുന്നോളും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുളിപ്പിച്ചു, ഡ്രയർ ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സീനായിരുന്നു. അവൾക്ക് ഡ്രയർ ഓൾറെഡി ആർക്കും ഇഷ്ടമല്ല, ഞങ്ങളുടെ 3 പൂച്ചമാർക്കും ഇഷ്ടമല്ല. അങ്ങനെ അവള് അതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ എങ്ങനെയെങ്കിലും നുഴഞ്ഞു പോകാൻ നോക്കി. പിന്നെ നടന്നത് ഇതാണ്. അങ്ങനെ അവളുടെ ഭാഷയിൽ 4 തെറി പറഞ്ഞപ്പോൾ വേഗം ബ്രൗണി ഓടി വന്നു. ബ്രൗണിക്കാണെങ്കിൽ ഇവിടെ എന്താ നടക്കണേന്ന് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ബ്രൗണീനെ എടുത്ത്. ബ്രൗണിക്ക് ഇവിടെ മനസ്സിലാവേണ്ട എന്തോ വശപ്പശക് ഉണ്ടല്ലോ. പിന്നെ അവളുടെ നഖം വെട്ടി. അവളുടെ നഖത്തിനൊരു പ്രത്യേകതയുണ്ട്, ബാക്കിയുള്ളവരെ പോലില്ല. അവളുടെ നഖം അവളുടെ കൈക്ക് തന്നെ വളഞ്ഞ് ഡയറക്റ്റ് അവളുടെ കയ്യിൽ തന്നെ കുത്തിക്കയറുന്ന ഒരു നഖ, ഒരു റാ പോലെയാണ് അവളുടെ നഖത്തിന്റെ ഷേപ്പ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലെ നഖം വളർന്നിട്ട് അവളുടെ കയ്യിൽ തന്നെ കുത്തി കയറിയിട്ട് ചോര വന്ന് അത് വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടാണ് വെട്ടാറ്. എല്ലാ വിരലും സീനാണെങ്കിലും തള്ളവിരലിലെ നഖമാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമുള്ളത്. അപ്പോൾ അവളാണെങ്കിൽ അത് തരൂല്ല, വിരലിൽ തരേയില്ല. എല്ലാവരും ഈ പറഞ്ഞ എന്ത് ചെയ്യണം, നമ്മളെ അടുത്ത് നല്ല ടഫായി നിന്നിട്ട് അവരുടെ അടുത്ത് പഞ്ചഭാവങ്ങളായിട്ട് നിന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷെ എന്നാലും ഇത്തിരി അഗ്രസീവ് ആണ്. എന്നാലും ഞങ്ങളുടെ അത്ര അടുത്ത് നിൽക്കണ പോലെ നിന്നിട്ടില്ല. പിന്നെയും ബ്രൗണി ഇത്തിരി മയത്തിലായിരുന്നു നിൽക്കണ്ടായിരുന്നേ. അവൾക്ക് ഡ്രയറാണ് ഏറ്റവും കൂടുതൽ പേടി. ഇത്തിരി ഓവറായിട്ടാ. ഒരു 10% ശരിക്കും പേടിയാണെങ്കിൽ 20% അവൾ ഓവറായിട്ട് ഇട്ടിട്ടാണ് എല്ലാ കാര്യത്തിനോടും പെരുമാറാറ്. ഇപ്പൊ തന്നെ എന്നെ ആരെങ്കിലും രക്ഷിച്ചിട്ട് പോവാ, അല്ലെങ്കിൽ ഇവരെന്നെ കുന്നുകളയുന്നുള്ള രീതിയിലാണ് അവൾ നിൽക്കുന്നത്. ഡ്രയറാണെങ്കിൽ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ, അതിന്റെ സൗണ്ട് തീരെ അവൾക്ക് പറ്റില്ല. പിന്നെ എൻ്റെ മുടിയാണല്ലോ ഈ പോണേന്ന് ആലോചിച്ചിട്ടാണ് അവളിങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നവർക്കായാലും ബ്രൗണീനെയാണ് ഇഷ്ടമായത്. ഫസ്റ്റത്തെ ആൾ ഭയങ്കര അലമ്പായിരുന്നു. ഇവളാണ് പിന്നെയും കുറച്ച് സ്നേഹത്തിൽ നിന്നായിരുന്നത്. അങ്ങനെ കുളിക്കണതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. ഫുൾ പരാതി പറച്ചിലായിരുന്നു. അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് ഓളിട്ട് കരയായിരുന്നു അവള്. ഈ സ്റ്റേജിലാണ് ബ്രൗണിയുടെ കൈ വിട്ടുപോയത്. ബ്രൗണി ആകെ കൂടെ ദേഷ്യപ്പെട്ടിട്ടുള്ളത് ഈ സ്റ്റേജിൽ മാത്രമാണ്. ഡ്രയർ അത്രയും പേടിയായതുകൊണ്ട്. അടുത്തതായി വന്നത് നമ്മുടെ ടൈഗറാണ്. പേര് ടൈഗറാണെങ്കിലും നാശാനും നല്ല പേടിയാണ്, പ്രത്യേകിച്ച് ആണുങ്ങളെ. അതുകൊണ്ട് തന്നെ അവന് ദേഷ്യപ്പെടണമെന്ന് തോന്നിയാൽ ആശാൻ കാമാന്നൊരു അക്ഷരം എതിർത്ത് പറയില്ല. കാരണം അവന് പേടിയാണ്. അതുകൊണ്ട് അവൻ എല്ലാത്തിനും സഹിച്ചും ക്ഷമിച്ചും നല്ല സഹകരണതയോടെ അവൻ മുന്നോട്ട് വന്നു. ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്യാം, എന്നെ വേഗം ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്നായിരുന്നു അവൻ്റെ നിലപാട്. ടൈഗറിന് മുന്നേ മൂത്രപ്പഴുപ്പ് വന്നിട്ടുള്ള കാരണം ഇവിടെ വെട്ടുമ്പോൾ അവന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഈശ്വരങ്ങി വീണ്ടും ഒരു ട്യൂബ് ഇടാനാണോ വന്നോളെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതൊക്കെ റെഡിയായി. ഇവനെയും കുളിപ്പിച്ചു, ഡ്രയർ വെച്ചു. കുളിപ്പിക്കാനൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവനും, കാരണം ഫുൾ ഓളി ബഹളായിരുന്നു. അവിടെ നിന്നൊക്കെ എല്ലാവരും കൂടി കൂട്ടലഹളായിരുന്നു. ഇതൊന്നും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല ചെയ്യുന്നത്. ഒരെണ്ണം ചെയ്യുമ്പോൾ അടുത്തത് വേറെ അപ്പുറത്ത് ചെയ്യേണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ വന്നത് ബബ്ലു ആണ്. ബബ്ലുവിൻ്റെ മുടി നമ്മൾ ഡ്രിം ചെയ്തൊന്ന് ഷേപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബബ്ലുവിന് ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ അവരൊക്കെ കമ്പനി ആയി, അവൻ ഓക്കെ ആയി. അത് കഴിഞ്ഞ് അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ എല്ലാവർക്കും സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്ത് നല്ല ഗ്രൂം ചെയ്ത് സെറ്റാക്കി തന്നു. ഇതാണ് ടൈഗറിൻ്റെ കോലം. എല്ലാവരും ആഫ്റ്ററൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും നേരം കിട്ടിയില്ല. കാരണം നമുക്കത് കഴിഞ്ഞിട്ട് വേറെയും പരിപാടികളുണ്ടായിരുന്നു. രാവിലെ തുടങ്ങിയിട്ട് ഉച്ച തിരിയണ വരെ ഈ പരിപാടിയായിരുന്നു.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. യൂട്യൂബിൽ ഞാൻ ആദ്യം ഷോർട്സ് ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം 2K ഒക്കെ വ്യൂസ് കിട്ടി. അപ്പോൾ അതിനെല്ലാവരോടും നന്ദി പറയാണ്. പിന്നെ എനിക്കിപ്പോൾ ഉള്ളത് 35 സബ്സ്ക്രൈബേഴ്സാണ്. അവരോടും എനിക്ക് നന്ദി പറയാണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിക്കുക പോലും ചെയ്യാണ്ട് ഇൻവൈറ്റ് ചെയ്യാണ്ട് വന്നിട്ടുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ട് മാത്രം വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. അവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.